സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സാറ്റ് ഹിയർ. സോ ഇത് നമ്മുടെ എപ്പിസോഡ് നമ്പർ 2 ആണ് വെട്രിക്സില. സോ ഉമ്മാരൊക്കെ ടോട്ടോ ഗിയറായി, ഞാനൊന്നും പോയതാ അപ്പോഴേക്കും ഉമ്മാര് ടോട്ടോ ഗിയറായി. ഇവന്റെ കയ്യിൽ ഇപ്പൊ 2-3 മീസൊക്കെ ഇരിപ്പുണ്ട്, ഒരു ട്രേഡന്റ് ഒക്കെ ഉണ്ട്. പിന്നെ അതേ ഷാഡോ ചത്ത് ടോട്ടോ ഒക്കെ സെറ്റായി. എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് ഒരു ടോട്ടോ. മതി മതി മതി, ഇൻട്രോ കഴിഞ്ഞു പോയിക്കോ. ഇനി ഇതേ ഇവൻ എങ്ങാണ്ടും പോയി ചത്തിട്ടുണ്ട്. ഇപ്പൊ അവന്റെ ലൂട്ട്. ഞാൻ പോയ ഗ്യാപ്പിൽ ഇവന്മാര് ദേ ഇവിടെ ഉണ്ടായ 2 സ്ട്രിങ് ഡ്യൂപ്പർ മാറ്റിയിട്ട് ദേ ഇവിടെ ഒരു വലിയൊരു സ്ട്രിങ് ഡ്യൂപ്പർ പണിതിട്ടുണ്ട്. എന്തിനാന്നാവും, കുറെ സ്ട്രിങ് ഒക്കെ കിട്ടണമെന്നാ പറയണത്. നോക്കട്ടെ, ചെസ്റ്റ് തുറന്ന് നോക്കട്ടെ. എടി ഇതിന്റെ ചെസ്റ്റ് ഒക്കെ എവിടെടാ? ഇങ്ങോട്ടാ പോയത്? ഇഷ്, ഇതിന്റെ അകത്ത് എന്താണ്ടൊക്കെ ഉണ്ട് ഉമ്മാര്. അതാ ഇപ്പൊ കുറെ ഉണ്ടല്ലോ. അമ്പോ, സിൽ ടച്ച്, ഡെൻസിറ്റി. ഇതാ ഉമ്മാരുടെ ഇതിന്റെ ഉള്ള ട്രേഡ്സാ. എന്താടാ സ്ട്രിങ്ങിനൊക്കെ ഇപ്പൊ ഒടുക്കത്തെ റേറ്റാ ഗൈസ്. സ്ട്രിങ് ഡ്യൂപ്പർ കൊടുത്തൊന്നും പറഞ്ഞുള്ളൂ. എനിക്ക് സ്ട്രിങ് ഞാൻ വിൽക്കും. എന്താടാ സ്ട്രിങ്ങിനൊക്കെ ഇപ്പൊ ഇത്ര റേറ്റ്? സ്റ്റാക്കിന് ഒന്നിനാണല്ലോ, ഒരെണ്ണം തന്നെ അതുമാതിരി. നമ്മ ഇരട്ടിയുടെ വിലക്കാണ് ഗൈസ് സ്ട്രിങ് മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എടാ ഇപ്പൊ ഇവിടെ 2 എണ്ണങ്ങൾ ഒരുമിച്ച് കേറി നിക്കണടാ. എനിക്ക് ആ വില്ലേജറിനെ പ്രൊട്ട് ഫോർ എവിടെടാ? പ്രൊട്ട് ഫോർ എവിടെ? ലഞ്ച് ലൂട്ടിങ് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് ഞാൻ. ഡെൻസിറ്റി. എടാ പ്രൊട്ടക്ഷൻ ഫോർ വില്ലേജർ ഇതാണോ? എവിടെയാണ്? എന്തുകൊണ്ടാണ് എന്താ നീ എപ്പോഴും പഠിച്ചെടുത്ത അവന്മാര് പ്രൊട്ട് ഫോർ വില്ലേജറിനെ വേറെ എങ്ങാണ്ടും കൊണ്ട് വെച്ചേക്കാണ്. ഞാൻ ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം എന്താ സിറ്റുവേഷൻ എന്ന്. ആ വില്ലേജറിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു, പക്ഷെ ഇവൻ അത് മേടിച്ച് തീർത്തടാ. പ്രൊട്ടക്ഷൻ 4 തീർന്ന്. ഷാർപ്നെസ് 5 ഉണ്ട്. ഷാർപ്നെസ് 5 ഒരെണ്ണം മേടിച്ചു വെച്ചിട്ട് ഷാർപ്നെസ് 5 ലൂട്ടിങ് വൈപ്പ. എടാ തീർക്കല്ലടാ, എനിക്കും എന്തേലും വെക്കടാ. ആ ഷാർപ്നെസ് ഒരെണ്ണം. ഇനി നമ്മൾ തിരിച്ച് ബേസിലോട്ട് പോട്ടെ. ബൈ. സോ ഗയ്സ്, ഇപ്പൊ അവന്മാരൊക്കെ അവിടെ ഗ്രൈൻഡിങ് ആണ്. നമ്മൾ ഇവിടെ ബേസ് വെക്കണമെന്നാ തീരുമാനം. ഇവിടെ നമ്മൾ ചുമ്മാ ഗ്രൈൻഡ് ഒക്കെ ചെയ്തൊന്ന് സെറ്റ് ആവാൻ വേണ്ടിട്ട് മാത്രമാണ് ഇവിടെ നമ്മ ഒരു ബേസ് സെറ്റ് ചെയ്തത്. സോ ഇവന്മാർ ഇവിടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് അത്യാവശ്യം ഒന്നുകൂടെ സെറ്റ് ആവും. ഞാൻ ആ ടൈം കൊണ്ട് ഏതേലും സ്ഥലത്ത് പോയിട്ട് ബേസ് വെക്കാൻ പറ്റിയ ഒരു സ്ഥലം ഒപ്പിക്കും. ദാറ്റ്സ് മൈ പ്ലാൻ. സോ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ഉള്ളപ്പോ കാണിച്ചു തരാം ഗൈസ്. ഒരു ബെറി ട്രഷർ കിട്ടി. ഞാൻ ഒരു മാപ്പ് അവിടെ ഒരു ഷിപ്രാക്ക് ഉണ്ടായിരുന്നു, അവിടെ എങ്ങാണ്ട് ഒരു ഷിപ്രാക്ക് ഉണ്ടായിരുന്നു. ഷിപ്രാക്കിൽ നിന്ന് ഒരു മാപ്പ് കിട്ടിയിരിക്കുന്നു. ഞാൻ ഇപ്പൊ നിലത്ത് പോയത് കുഴിച്ചു വെച്ചായിരുന്നു. എന്ത് അതേ ഇരിക്കുന്നു ഗൈസ്. നമുക്ക് പിന്നെ ഡീൽ ചെയ്യാം. ആദ്യം ഒന്നും പൊട്ടിച്ചേട്ടെ. കയ്യില് ഷവലും ഇല്ല. കുഴപ്പമില്ല ഗൈസ്, അത്യാവശ്യം കുഴപ്പമില്ലാതെ ലൂട്ട് കിട്ടിയിട്ടുണ്ട്. TNT യൂസ്ഫുൾ തിങ്. കോണ്ടുപോയിട്ട് കിട്ടി കുറച്ച് എമറാൾഡ്, അയൺ. ഓക്കെ സെറ്റ്. നമുക്ക് ഇനി ബെറി ട്രഷറിന്റെ ആവശ്യം. അയ്യോ, കളഞ്ഞ സാധനം മാറിപ്പോയി. ഓട്ടം വെക്കട്ടെ. ഇനി നമുക്കവിടെ ഗൈസ് അനദർ തിങ്, അനദർ വില്ലേജ്. ഇവിടെ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ബേസ് ഒക്കെ കിട്ടിയ വൈബായിരുന്നു ഇവിടുന്ന്. ഒന്നുമില്ല ഗൈസ്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് കിട്ടാൻ പറ്റിയ ഒരു ഐറ്റംസും ഇല്ല വില്ലേജേഴ്സ്. ഇനി നെക്സ്റ്റ് എന്തെങ്കിലും കിട്ടുമ്പോ കാണിച്ചു തരാം ഗൈസ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ മറ്റേ വില്ലേജിൽ നിന്നും കുറച്ച് അത്യാവശ്യം ഫ്രണ്ടിലോട്ട് പോകുന്നു.
ഇപ്പൊ ഏതൊക്കെയോ പറമ്പിലൊക്കെ എത്തിയാണ്. അവിടെ ഒരു ജംഗിൾ ബയോമൊക്കെ കാണുന്നുണ്ട്. ആൻഡ് ഞാൻ ആ വില്ലേജിൽ നിന്ന് കുറെ ഹെയ് ഒക്കെ സെറ്റ് ചെയ്ത് ഞാൻ പോണ വഴിക്ക് ഏതെങ്കിലും ഹോഴ്സിനെ കിട്ടുന്നത് ടേം ചെയ്യാന്നുള്ളൊരു പരിപാടിക്കാണ്. ഹെയ് ബേലൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ കുറച്ച് ഒരു സാഡിലും സെറ്റ് ചെയ്ത്. ആൻഡ് ഇനി ഏതെങ്കിലും ഹോഴ്സിനെ തപ്പി പിടിക്കണം. മിഷൻ ഹോഴ്സ് കണ്ടുപിടിക്കട്ടെ ഗൈസ്. കുതിരനെ കിട്ടിയില്ല, സോ കഴുതനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിപ്പോ ഒരു സവാന വില്ലേജിൽ എത്തിയിട്ടുണ്ട്. നോ, ഇത് ലീ കൃഷ്ണയുടെ ആൾട്ടാണ്, നമ്മുടെ ലീ കൃഷ്ണ ചെറുക്കന്. ഇനി നമുക്ക് ഈ വില്ലേജ് ഒന്ന് ലൂട്ട് ചെയ്യണം. എന്നിട്ട് സിറ്റുവേഷൻ നോക്കിയിട്ട് ഇവിടെ ബേസ് വെക്കണോ വേണ്ടേന്ന് തീരുമാനിക്കണം. ഇവിടെയൊക്കെ ലൂട്ട് ചെയ്യട്ടെ ഗൈസ്. നമ്മളത് അടുത്തൊരു വില്ലേജിന്റെ റൂഫ് ഞാൻ ആ കുതിര ടേം ചെയ്യാൻ വേണ്ടി എന്റെ സ്പീഡ് ചെക്ക് ചെയ്തതാ. അപ്പൊ സ്പീഡ് ചെക്ക് ചെയ്യണതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു റൂഫ് പോലെ കണ്ടപ്പോ എന്നൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഒന്ന് ചാടി നോക്കിയപ്പോ വില്ലേജ്. ഈ വില്ലേജ് നമ്മൾ ലൂട്ട് ചെയ്യും ഗൈസ്. ഈ വില്ലേജ് ലൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. കുറെ വില്ലേജ് നമ്മൾ ലൂട്ട് ചെയ്യണം. നമുക്ക് ഇനി ഓരോ വില്ലേജും കയറി ഇറങ്ങി തരാം. കുറെ പശുമ്പേക്കുണ്ട്. ഇനി മൊത്തം ലൂട്ട് ചെയ്യട്ടെ ഗൈസ്. സോ ഗൈസ്, ഫൈനലി നമ്മൾ ബേസ് വെക്കാൻ പറ്റിയ ഒരു വില്ലേജ് തപ്പിയിടിക്കുന്നു. ആൻഡ് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ബേസ് വെക്കാം. അല്ല ഡാക്സേ, പറയടാ, ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഉണ്ടാക്കാം നമുക്ക് ബേസ്. താങ്ക്സ് എടാ, ഓർമ്മ പോയില്ല. സമാധാനം, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ നമ്മ ഈ വില്ലേജ് ഇല്ലേ, കിട്ടിയ വില്ലേജ്, അവിടെ തന്നെ ബേസ് വെക്കാന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു. ആൻഡ് ഔട്ട്ഡ്രോ പറയാൻ ഞാൻ അവന്മാരെയൊക്കെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. എക്സ് ഉണ്ട്, നോട്ട് ഗോഡും ഉണ്ട്. സോ സെക്കൻഡ് എപ്പിസോഡ് ഹാഡ് കം ടു an end. ആൻഡ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.